ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മയക്കുമരുന്ന് എത്തിക്കുന്നത് തടയാൻ പോലീസ് പരിശോധന ശക്തമാക്കി. ആലുവ ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വൻ പരിശോധനയാണ് നടത്തിയത്. വരും ദിവസങ്ങളിലും കർശനമായ പരിശോധനകൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയുള്ള ലഹരിക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആലുവയിൽ പോലീസ് പരിശോധന ഊർജിതമാക്കിയത്. ആലുവ ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ഷാലിമാർ എക്സ്പ്രസിൽ ആലുവയിൽ ഇറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധനയും ബാഗ് പരിശോധനയും നടത്തി. പരിശോധനയിൽ ചിലരിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിനുകളിൽ എത്തുന്നവരെയും വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നിറങ്ങുന്ന ട്രെയിനാണ് ഷാലിമാർ എക്സ്പ്രസ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് പരിശോധന നടത്തിയത്. ഏകദേശം നമുക്ക് പരിശോധന ഇനി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഹരി വസ്തുക്കൾ വരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഒരു പ്രിവെന്റീവ് ആക്ഷനാണ്. ഇത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പരിശോധനകളാണ്. ഇത് ഇനി എല്ലാ ദിവസങ്ങളിലും ഈ പരിശോധന കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആലുവയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. അതുപോലെ അങ്കമാലി, മറ്റ് സ്റ്റേഷൻ ലിമിറ്റുകളിലെയും റെസിഡൻസ് അസോസിയേഷനുകളും അതുപോലെ പൗരപ്രമുഖരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമുക്ക് പോലീസിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് അവിടെ എല്ലാം ഇനി വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ആലുവ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഡിജിറ്റൽ ലോകത്തേക്ക് മാറ്റാൻ റെഡിയാണ്. ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇതാ ട്രെൻഡിംഗ് കോഴ്സുകൾ. ഡാറ്റ സയൻസ് മുതൽ വെബ് ടെക്നോളജീസ് വരെ അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, പിന്നെ മികച്ച പ്ലേസ്മെന്റ് സപ്പോർട്ടും. ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പെരുമ്പാവൂർ.